Hello friends, welcome back to my channel SC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മൾക്ക് ഇഫ്താർ സ്പെഷ്യലായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലും ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഞാനിനി എടുത്തിട്ടുള്ളത് 3-4 ബോൺലെസ് ചിക്കനാണ്. അതൊരു 200 ഗ്രാമോ മറ്റേ വരുള്ളൂ. ഞാൻ നോർമലി ബിരിയാണിക്ക് വെക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനായി എന്ന് വിചാരിച്ച് വെച്ചപ്പോൾ അപ്പോൾ അതിനെ നല്ല പോലെ ചെറുതായി നുറുക്കി അരിഞ്ഞിട്ടായിട്ട് അതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. കാശ്മീരി റെഡ് ചില്ലി, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, എന്നിട്ട് നല്ല പോലെ ഇതിനെ പെരുക്കിയിട്ട് മാരിനേഷൻ ചെയ്തിട്ട് അടവെക്കുക. അതിൻ്റെയിട്ടാണ് നമ്മൾ അടുത്ത പണി. ഇതിലേക്ക് നമ്മൾ ഒരു സവാളയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയാണ് കേട്ടോ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ലേശം എണ്ണ ഒഴിച്ചെടുത്തിട്ട് 1 ടീസ്പൂണോ മറ്റോ ഒഴിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഈ ചിക്കനെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതിനെ മൊരിച്ചിട്ട് കറുമുറാക്കിയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് 2 സൈഡ് ഇതാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടെടുത്തിട്ട് അത് പെട്ടെന്ന് ചെറുതായി നുറുക്കി അരിഞ്ഞല്ലേ, അപ്പോൾ പെട്ടെന്ന് ഇത് വെന്തിട്ട് കിട്ടും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഇതിലേക്ക് 6 പീസ് ബ്രെഡ് ആവശ്യമുണ്ട്. നമ്മൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് ഒരു ബൗളിലേക്ക്. അപ്പോൾ നമുക്ക് ഇത് കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് ആദ്യം 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം, ഓയിൽ. എന്നിട്ടായിട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിതെല്ലാം ചെയ്തെടുക്കുന്നുള്ളത്. എന്നിട്ടായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയില്ലേ അത് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റണം. നല്ലോണം വഴറ്റേണ്ടെന്ന് ആവശ്യമില്ല, കുറച്ചൊന്ന് ഇങ്ങനെ ഒതുങ്ങി കിട്ടുന്നില്ല, അങ്ങനെ ആക്കി കിട്ടിയാൽ മതി. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റില്ലേ അത് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്, അതാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടായിട്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെയാണ് നമ്മൾ ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. അങ്ങനെ കുറഞ്ഞ ചേരുവ മാത്രം മതി നമുക്ക് അടിപൊളിയായിട്ട് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം 1/4 ടീസ്പൂണ്, പിന്നെ കുരുമുളക് പൊടി 1/4 ടീസ്പൂണ്, ഗരം മസാല 1/4 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രം മതി. പിന്നെ കുറച്ച് മുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കളർ ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ്. എരിവിനുള്ള ആവശ്യത്തിനുള്ള മുളകൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടാണ്. എന്നിട്ടായിട്ട് നമ്മൾ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കനിലെ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവസാനമാണ് ഞാൻ ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പത്തേനും മതി. എന്നിട്ടായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അതിന് ശേഷമാണ് നമ്മൾ അടുത്ത ബാറ്റർ റെഡിയാക്കാൻ എന്നുള്ളത്. ഇതാ കണ്ടില്ലേ, ഇത്ര മാത്രം മതി കേട്ടോ. നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫില്ലിംഗ് ആണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇതിലേക്ക് 3 മുട്ടയാണ് ഞാൻ എടുക്കുന്നുള്ളത്. മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പാലാണ് ഇപ്പോൾ ഒഴിച്ചെടുത്തിട്ടുള്ളത്. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് പെപ്പർ പൗഡർ, പിന്നെ ഗരം മസാലപ്പൊടിയിൽ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഈ ബ്രെഡിനെ ഇങ്ങനെ ചെറുതായി നുറുക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇതിലും എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പം ഞാൻ ഇതിലേക്ക് മൊത്തത്തിൽ ഒരു 3/4 കപ്പ് പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്നിങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ തിക്കായിട്ട് ഉണ്ടാവും വേണം, അതുപോലെ തന്നെ കുറച്ച് ലൂസും വേണം. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനൊരു മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണ്. അപ്പോൾ ഇത്രയും മതി. നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടുന്നില്ലേ ആ സാധനമാണ് ഈ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ വെച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ടായിട്ട് നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ ഇവിടെ വെച്ചെടുക്കാം. എന്നിട്ടായിട്ട് ഒരു കുറച്ച് കുഴിയുള്ള പാനാണ് ഞാൻ എടുത്തെടുത്തിട്ടുള്ളത്. ചെറിയ ഫ്രൈ പാനൊക്കെ ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കുന്നതായിരിക്കും ഇതിലും ബെറ്റർ. അപ്പോൾ നമുക്ക് കുറച്ച് കട്ടി കുറഞ്ഞിട്ടുള്ള സാധനം കിട്ടും. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഈ ബാറ്റർ കുറച്ച് ഒഴിച്ചെടുക്കാം. ഞാൻ ഇതേ ബാറ്ററിൽ തന്നെ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുറച്ച് നല്ലോണം തിക്ക് കുറഞ്ഞിട്ട് ഒന്ന് നല്ലോണം തിക്കായിട്ടും. അപ്പോൾ നമുക്ക് ഈ മസാലയ്ക്ക് ഫില്ലിങ്ങൊക്കെ നടുവിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് ഫുള്ള് മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഇതിൻ്റെ ബാറ്റർ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ബാക്കിയുള്ള ബാറ്റർ. എന്നിട്ട് അതിനെ മൂടി വെച്ചിട്ടായിട്ട് ഒരു 20 മിനിറ്റ്
നമ്മൾ ഇതിനെ വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മൾ ബിരിയാണി ഇടുന്ന ആ സാധനം നമ്മളെ കയ്യിൽ ഇല്ലെങ്കിലേ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഫ്രൈ ഫാന് ആവശ്യമില്ലാത്ത ഫ്രൈ ഫാനൊക്കെ ഉണ്ടാവില്ലേ, അത് അടിയിൽ ഇങ്ങനെ വെച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ അടി പെട്ടെന്ന് 20 മിനിറ്റെല്ലാം വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിലും 20 മിനിറ്റെല്ലാം വെച്ചിട്ടാകുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞിട്ടെല്ലാം ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ള ചിക്കനും 1-2 പീസ് മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കാണുമ്പോൾ ഒരു ചീലിന് വേണ്ടിയിട്ട് മാത്രം. അതിൻ്റെ മേലേക്ക് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് 20 മിനിറ്റ് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ഹോൾസ് ഉണ്ടായിന്, അതിന് ഞാനൊട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇത് നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് അപ്പ് ആൻഡ് ഡൗണില്ലേ അങ്ങനെ ആക്കിയിട്ട് എടുക്കാം. അതിനെ മറിച്ചിട്ടിട്ട് ആ അടിഭാഗമൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുത്തതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള പോളയാണ് കേട്ടോ. ഇതിനെ കാണുമ്പോൾ കേക്ക് പോലെ ഉണ്ട്, അത് വേറെ കഥ. അതുപോലെയല്ല മറ്റേ അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നില്ല, നല്ല പോള പോലെ തന്നെ നല്ലോണം കട്ടി കുറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ അപ്പം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വയറ് നിറയാൻ ഇതൊരു പീസ് കഴിച്ചെങ്കിൽ തന്നെ മതി. അത് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ മനസ്സിലാവും എത്രയൊക്കെ ടേസ്റ്റ് ഉണ്ട് ഇതിനെന്ന്. ഇത് നല്ല കട്ടിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതതിൻ്റെ അകത്ത് മുറിച്ചിട്ടും ഞാൻ കാണിച്ചു തരാം. ഇത് തിക്ക് കുറഞ്ഞിട്ടുള്ള പോള ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബനാന വെച്ചിട്ടാണ് കൂടുതൽ റെസിപ്പീസും ഞാൻ ഇതുപോലത്തെ കേക്ക് ടൈപ്പിലുള്ള പോള ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. ഈ ടൈമിലൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അത്. ഇതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സ്നാക്ക്. ഇത് അടുത്തത് കണ്ടില്ലേ, ഇത്രയ്ക്കും തിക്കാണെങ്കിൽ നല്ല പോള തന്നെ പറയാം. അതിന് തിക്കല്ല കുറഞ്ഞിട്ടല്ല ഉള്ളത്. അപ്പോൾ അടുത്തത് ഞാൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന ബാറ്ററിൽ ഇങ്ങനെ ചെയ്തെടുത്തതാണ്. അത് ചെറിയ കുഞ്ഞ് ഫ്രൈ ഫാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്ന് കട്ടി കൂടുതലുള്ളതും ഒന്ന് കട്ടി കുറവുള്ളതും ആക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാവരും ചെയ്യുക. ഇതില്ലേ നമുക്ക് കട്ടി കുറഞ്ഞിട്ടുണ്ടാകുമ്പോൾ ചെറിയ മക്കൾക്കൊക്കെ ചെറിയ പീസൊക്കെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. മറ്റേ കട്ടി കൂടിയിട്ടുള്ളത് നമുക്ക് തന്നെ കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഒരു പീസ് തന്നെ തിന്നെങ്കിൽ മതി, വലിയ കട്ടി കൂടിയത്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് വെറൈറ്റി സ്നാക്സിൻ്റെയും കിച്ചൺ ടിപ്സിൻ്റെയും റെസിപ്പീസുമായും വീഡിയോസുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.